Reflex Tech Village, എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു 5.1 ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ആംപ്ലിഫയർ ആണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതായത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവാതിരിക്കുക. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് എന്നാലും കുഴപ്പമില്ല. ഈ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതെന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് പല കമൻറ്റിലും വരാറുണ്ട്, ഇത് ഭയങ്കര വില കൂടുതലാണ്, നമ്മളൊരു കമ്പനി സാധനത്തിൻ്റെ AVRൻ്റെ വില വരുന്നുണ്ട് ചില സമയത്ത്, അങ്ങനെയൊക്കെ കുറേ കമൻറ്റുകൾ വരുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു കമ്പനി ആംപ്ലിഫയർ AVR മേടിക്കുമ്പോൾ അതിൻ്റെ വില കൊടുക്കണം. അത് ഓക്കെ. ഇപ്പോൾ നമ്മളൊരു കമ്പനി AVR, അതായത് ഡെനോൺ, ഓങ്കിയോ, യമഹ, പൈനിയർ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ അത് വേണ്ട മെറാൻസ് ഇങ്ങനെയുള്ള ബ്രാൻഡിലേക്ക് പോകുമ്പോൾ അതിൻ്റേതായ വില കൊടുക്കണം. അതിനുള്ള ക്വാളിറ്റി ഉണ്ട്, ഇല്ല എന്നല്ല പറയണത്, അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. അതിനകത്തുള്ള ഡിജിറ്റൽ ഇൻപുട്ടുകൾ, ഔട്ട്പുട്ടുകൾ ഇതെല്ലാം ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് ഇറങ്ങുന്നത്. കുറേ വർഷങ്ങളൊക്കെ പ്രയത്നിച്ചിട്ടാണ് ഒരു AVR പുറത്തേക്ക് ഇറക്കുന്നത്. ചിലപ്പോൾ ഒരു 3-4 വർഷമൊക്കെ അവർ ഡിസൈൻ ചെയ്തിട്ടാണ് ഒരു AVR പുറത്തേക്ക് ഇറക്കുന്നത്. അത് അതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഈ AVRൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ 5.1, 5.2 എന്ന് പറഞ്ഞ് ഇറക്കുമ്പോൾ അതിനകത്ത് നമ്മൾ 5.1 എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5.1 എന്ന് പറഞ്ഞെടുക്കുന്നത് 5 ചാനലാണ് സ്പീക്കർ ഔട്ട് അതിനകത്തുള്ളത്. സബ്വൂഫറിൻ്റെ പ്രീ ഔട്ടാണ്. സബ്വൂഫറിൻ്റെ സ്പീക്കർ ഔട്ട് ഉള്ളതും ഇറങ്ങുന്നുണ്ട്, അത് അപൂർവമാണ്. മിക്കവാറും ഒരു 90% ഇറങ്ങുന്നതെല്ലാം 5.1 എന്ന് പറയുന്നത് 1 പ്രീ ഔട്ടാണ്, സബ് ഔട്ട്. അതാ നിങ്ങൾ വിചാരിക്കുന്ന പോലെ 5 ചാനലും നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്ന സ്പീക്കറിലേക്ക് അല്ലെങ്കിൽ സബ്വൂഫറിലേക്ക് കൊടുക്കാൻ സാധിക്കില്ല. നമ്മൾ ചെയ്യുന്ന ആംപ്ലിഫയർ അതിൻ്റെ ഒപ്പം ക്വാളിറ്റി ഉണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ശരിയല്ല, നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. ഏകദേശം നമുക്ക് അതിൻ്റെ ഒരു 60-80% എത്തിക്കാൻ സാധിക്കും. പിന്നെ കുറേ ബോർഡുകളും കാര്യങ്ങളും ഡിജിറ്റൽ ഇൻപുട്ടുകളൊക്കെ കൂടുതലും കുറവൊക്കെ എല്ലാത്തിലും ഉണ്ടാവും. പിന്നെ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് ഒരുമാതിരി ഇപ്പം ഇറങ്ങുന്ന ബോർഡുകളെല്ലാവരും നല്ല വില കൂടിയതും കുറഞ്ഞതുണ്ട്, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ മോസ്ഫെറ്റുകൾ ഒറിജിനലുണ്ട്, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. ഒറിജിനലിന് എപ്പോഴും വില കൂടുതൽ തന്നെയാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ ബോർഡുകളിലും അതിൻ്റേതായ വിലകളും ഉണ്ട്. അപ്പോൾ നമ്മൾ അത്ര നല്ല ക്വാളിറ്റി ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ വില കൊടുത്തിട്ടാണ് സാധനങ്ങൾ മേടിക്കുന്നത്, സ്പെയറുകൾ മേടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള വില വിവരങ്ങളും കാര്യങ്ങളൊക്കെ വരും. പിന്നെ നമ്മൾ തന്നെ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ 5.1 അല്ലെങ്കിൽ 5.2 എന്ന് പറയുന്നത് ഡയറക്റ്റ് സ്പീക്കറിലേക്കാണ്. അതായത് 5 ചാനൽ സ്പീക്കറിലേക്ക് കൊടുക്കാം. സബ്വൂഫർ ഡയറക്റ്റ് JBL അല്ലെങ്കിൽ 12 ഇഞ്ച് പോലത്തെ ഏത് സബ്വൂഫറിലേക്കും, ഇപ്പോൾ 8 ഇഞ്ച്, 10 ഇഞ്ച്, 12 ഇഞ്ച് അങ്ങനെ ഏത് സബ്വൂഫറിലും ഡയറക്റ്റ് കൊടുക്കാം. പ്രത്യേകിച്ച് പവേഡ് സബ്വൂഫറിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ കമ്പനി ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡെനോൺ 5.1 മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 50,000 രൂപ അല്ലെങ്കിൽ 52,000 രൂപ കൊടുത്ത് മേടിച്ച് കഴിഞ്ഞാൽ അതിന് പവേഡ് സബ്വൂഫർ 12 ഇഞ്ച് വേറെ വേണം. കമ്പനി AVRൽ നമ്മളൊരു സബ്വൂഫർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സബിൻ്റെ ഔട്ട് പ്രീ ഔട്ട് എടുത്തതിന് ശേഷം ഒരു 12 ഇഞ്ച് മിനിമം ഒരു 10 ഇഞ്ച് അല്ലെങ്കിൽ 12 ഇഞ്ചൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ പവേഡ് സബ്വൂഫർ മേടിക്കണമെങ്കിൽ ഒരു 30,000 രൂപ തൊട്ട് മേലേക്കാണ്. 30, 38, 40 അങ്ങനെ പോകും. ഇപ്പോൾ ടാഗ ഹാർമണി ആയാലും പോൾക്കോഡി ആയാലും ഏതായാലും ഏകദേശം 12 ഇഞ്ചിൽ വരുമ്പോൾ ഏകദേശം ആ പൈസയോളം തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കത് AVRും സബ്വൂഫറും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 1,00,000 രൂപ വരെ അടുത്ത് വരുന്നുണ്ട്. നമുക്കൊരു ആംപ്ലിഫയർ ചെയ്യാന്ന് പറഞ്ഞാൽ കൂടി വന്ന ഒരു 20 രൂപ, 30 രൂപ, 30,000 രൂപ അല്ലെങ്കിൽ 35,000 രൂപ ഇത്രയൊക്കെയാണ് നമുക്ക് വരുന്നത്. പിന്നെ ഒരു ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നമുക്കിത് സർവീസ് ചെയ്യാൻ എളുപ്പമാണ്. അതാണ് അസംബ്ലി ആംപ്ലിഫയറിൻ്റെ ഒരു പ്രത്യേകത. അത് ഞാനെന്നല്ല, ആര് ചെയ്താലും ഇങ്ങനത്തെ ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം എളുപ്പമുണ്ട് ഈ പറയുന്ന ആംപ്ലിഫയറുകൾ സർവീസ് ചെയ്യാൻ. കമ്പനി ആംപ്ലിഫയറിനുള്ള കുഴപ്പമെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ തന്നെ ഒരു 2-3 AVRകൾ. അപ്പോൾ അതിന് സർവീസ് ചെയ്യാൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മാസങ്ങളും കൊല്ലങ്ങളും എടുത്തിട്ടാണ് നമുക്കൊരു സർവീസ് ചെയ്ത് കിട്ടുന്നത് തന്നെ, അതിൻ്റെ സ്പെയർ കിട്ടുന്നത് തന്നെ. അപ്പോൾ അത്ര ഡിലേ വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഒരു 50%-60% സ്പെയറൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. എന്ത് വന്നാലും ചിലപ്പോൾ മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് നന്നാക്കി കൊടുക്കാം. അതിൽ ദൂരേക്ക് കൊടുക്കണം എന്നാണെങ്കിൽ നമുക്ക് റിട്ടേൺ കൊറിയർ അയച്ച് നന്നാക്കി കൊടുക്കാം. ഇത്രയൊക്കെ നമുക്ക് എളുപ്പങ്ങളുണ്ട്. പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ആ ഒരു 20,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആംപ്ലിഫയർ പണി തരികയെന്ന് പറഞ്ഞൊരു ഏകദേശം ഒരു 2 ദിവസത്തോളം വേണം. അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള സ്പെയറിൻ്റെ പൈസയും നമ്മുടെ പണികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു ഈ വിലയിൽ വെക്കും. ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ പുറകിലിരിക്കുന്ന 2 സ്പീക്കർ നോക്കിയാൽ അറിയും, ഇത് രണ്ടും ബോസ് കമ്പനിയിലാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും വെച്ചിട്ടുണ്ട് സറൗണ്ട് സ്പീക്കറായിട്ട്. അതിൻ്റെ സബ്വൂഫർ ഇവിടെ താഴെ ഇരിക്കുന്നുണ്ട്. ഈ ബോസിൻ്റെ തന്നെ ഏകദേശം 5.1 രണ്ടെണ്ണം എൻ്റെ കയ്യിലുണ്ട്, 2.1 ഉണ്ട്. അതിൻ്റെ അക്കോസ്റ്റിമേറ്റ് 5 സീരീസ് അങ്ങനെ പല രീതിയിലുണ്ട്.
സബ്വൂഫറിൽ തന്നെ 2 ഊഫർ വെച്ചത്, 1 ഊഫർ വെച്ച്, അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പോൾ അതിൻ്റേതായ വിലകളുണ്ട്, അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. കേൾക്കാം 3 ലക്ഷം രൂപ അടുത്താണ് ഇതിൻ്റെ ഒരു 5.1 സ്പീക്കർ സിസ്റ്റം മാത്രം വരുന്നുണ്ട് പവേഡ് സബ്വൂഫറോട് കൂടി. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നറിയാം. മനഃപൂർവ്വം തന്നെയാണ് ഞാൻ ഇത്രയും സംസാരിച്ചത് തന്നെ. കാരണം വെച്ചാൽ നമ്മൾ അസംബിൾ ചെയ്യുന്ന ആംപ്ലിഫയറിന് ആരും അത്ര വില കുറച്ച് കാണരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നമുക്ക് നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ ആംപ്ലിഫയറുകൾ അസംബിൾ ചെയ്തെടുക്കാൻ സാധിക്കും. അതിലാരും നിങ്ങൾ കുറച്ച് കാണാതിരിക്കുക. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൽ. ഇതിൽ ഈ പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോയിൽ 5.1 പവർട്രിക്കിൻ്റെ ഒരു ബോർഡ് റിവ്യൂ ചെയ്തിരുന്നു. ആ ബോർഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 5 ചാനലിന് വേണ്ടി നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന NJW03, 02, NJW0281 അങ്ങനത്തെ 5 പെയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇതിനകത്ത് സബ്വൂഫറിന് വേണ്ടി IRF 240, 9240 ആണ് വന്നിരിക്കുന്നത്. സബ്വൂഫറിൻ്റെ സബിൻ്റെ പ്രീയും അതുപോലെ തന്നെ പവർ സപ്ലൈ 5 ചാനൽ സബ്വൂഫറിൻ്റെ ആംപ്ലിഫയർ ഇതൊക്കെ കൂടി ഒറ്റ PCBയിലാണ് വന്നതാണ്. ഒട്ടും നോയ്സ് ഇല്ലാതെ തന്നെയാണ് ഈ ബോർഡിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന 5.1 നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സറൗണ്ട് ബോർഡ് ഉപയോഗിച്ചിരിക്കുന്ന യൂണിവേഴ്സലിൻ്റെയാണ്. യൂണിവേഴ്സലിൻ്റെ പുതിയ ബോർഡാണ്. ഇതിനകത്ത് ഡിജിറ്റൽ ഇൻപുട്ടുകളൊക്കെ പെയർ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പുതിയൊരു 5.1 കിറ്റാണ് യൂണിവേഴ്സൽ ഇറക്കിയിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ ഡിജിറ്റൽ ഇൻപുട്ടിന് വേണ്ടിയിട്ട് HDMI, ARC, ഒപ്റ്റിക്കൽ, കോയാക്സിന് വേണ്ടിയിട്ട് ഫ്യൂടെക്കിൻ്റെ FD003 എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ കാർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുവഴിയാണ് ഇതിനകത്ത് HDMI, ARC, ഒപ്റ്റിക്കലൊക്കെ കണക്ട് ചെയ്യുന്നത്. പിന്നെ പവർ സപ്ലൈ നമ്മൾ ടൊറോയിഡൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രണ്ട് പാനൽ ഫുൾ അക്രിലിക്കിൽ തന്നെ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ പുറകുവശത്തും ഇതിൻ്റെ അക്രിലിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്തൊക്കെ, അതുപോലെ തന്നെ ഇൻറ്റീരിയലും ചെക്ക് ചെയ്തൊക്കെ. ഓഡിയോ ക്വാളിറ്റിയിൽ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമുക്ക് യൂട്യൂബ് തരുന്ന അല്ലെങ്കിൽ നോൺ കോപ്പിറൈറ്റ് സോങ്സ് ആണ് ഇടാൻ സാധിക്കുകയുള്ളൂ. അതിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ മുൻവശം വരുന്നത്. ഇത് ഫുള്ളായിട്ട് അക്രിലിക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ഫുള്ള് മാറ്റാണ് കൊടുത്തിരിക്കുന്നത്, അതായത് ബ്ലാക്ക് തന്നെയാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ചെറിയ ആഷായിട്ട് തോന്നുന്നത് ഇത് ബ്ലാക്ക് തന്നെയാണ്. ബ്ലാക്കിൽ ഇതാണ് മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗം വന്നിരിക്കുന്നത് ഗ്ലോസി ബ്ലാക്കിലായിട്ടാണ്, അതായത് ഗ്ലാസ് ടൈപ്പിലാണ് നമ്മൾ പുറകിൽ വെച്ചിരിക്കുന്ന ഡിസ്പ്ലേ കാണാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ടൈപ്പിൽ ബ്ലാക്കാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എൻകോഡറാണ് ഈ കാണുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഒരു എൽക്കോണിൻ്റെ ഒരു പവർ ഓൺ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സറൗണ്ട് ബ്ലൂടൂത്ത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. DTS നമുക്ക് സപ്പോർട്ടാവും, ഡോൾബി ഡിജിറ്റലിന് സപ്പോർട്ടാവും, ഡോൾബി സറൗണ്ടും സപ്പോർട്ടാവും. പിന്നെ 5.2 എന്ന് എഴുതിയിരിക്കുന്നു. USB-യുടെ സ്ലോട്ട്. ഇത് സബ്വൂഫറിൻ്റെ ഒളിയാണ്. നമുക്ക് സബ്വൂഫർ പെട്ടെന്ന് ഒളിയും കൂട്ടണമെങ്കിൽ കുറയ്ക്കാനൊക്കെ ഇത് സാധിക്കും. പിന്നെ നമ്മുടെ പേര് എഴുതിയാണ് റിഫ്ലെക്സ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മുൻവശം വരുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ നോക്കിയാൽ അറിയാം, ഇത് നമ്മൾ ഈ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് യൂണിവേഴ്സലിൻ്റെയാണ്. പുതിയ റിമോട്ട് കിറ്റാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ ഇൻപുട്ട്, അതായത് HDMI, ഒപ്റ്റിക്കൽ, കോയാക്സിലൊക്കെ സപ്പോർട്ട് ആവാവുന്ന പുതിയ റിമോട്ടാണ് നമ്മൾ ഇതിനകത്ത്, റിമോട്ട് കിറ്റാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് റിമോട്ടാണ്. റിമോട്ട് നമ്മൾ എല്ലാ വീഡിയോയിലും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതിൻ്റെ കാര്യം, ചില സമയത്തൊക്കെ എല്ലാവർക്കും റിമോട്ടിൽ ഡൗട്ട് വരും. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിമോട്ടിലെ ഫംഗ്ഷൻ എല്ലായ്പ്പോഴും പറഞ്ഞു തരുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ഏറ്റവും മുകളിലായിട്ടാണ് ഇത് നമ്മൾ ഡിജിറ്റൽ ഇൻപുട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ DVD എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്താണ് നമ്മൾ HDMI, ARC, ഒപ്റ്റിക്കൽ ഇത് മൂന്നും സെലക്ട് ചെയ്യുന്നത്. ഏറ്റവും മുകളിൽ കാണുന്ന ഇടത്തെ സൈഡിൽ കാണുന്നതാണ്. പിന്നെ വരുന്നത് USB, OX 1, OX 2, OX 3. പിന്നെ ഈ ഗെയിൻ ഇതൊന്നും നമ്മൾ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് തരുന്നത്. പിന്നെ USB പാനലിൻ്റെ വോളിയാണ് പ്ലസ് മൈനസ്. അതുകൂടാതെ USB പാനലിലെ പാട്ട് ചേഞ്ച് ചെയ്യാനുള്ളതാണിത്. പിന്നെ മ്യൂട്ട്, ഇത് ഫ്രണ്ട് ഓളിയം, റിയർ ഓളിയം, സബ്വൂഫറിൻ്റെ SW എന്ന് എഴുതിയിട്ട് സബ്വൂഫർ ഓളിയാണ്. പിന്നെ സെൻറ്റർ, ഇത് മാസ്റ്റർ ഓളിയം. 6 ചാനലിൻ്റെ ഓളിയം ഓരോ സമയത്ത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ്. ബേസ്, ട്രിബിൾ, പിന്നെ ഇത് ഓരോന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഈക്വലൈസർ, മൂവി ഇതൊക്കെയാണ് വരുന്നത്. ഇതിനകത്ത് നമ്മൾ USB-യിൽ ബ്ലൂടൂത്ത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് നമ്മൾ USB സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ പ്രസ് ചെയ്യുക, USB-യിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് MP3 എന്ന് എഴുതി കാണിക്കുക. അതിനകത്ത് ഈ പ്രോ എന്ന് ഈ പ്രാവശ്യത്തെ റിമോട്ടിൽ വന്നിരിക്കുന്നത് പ്രോ എന്നാണ്. ഈ പ്രോ എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് FM, അതുപോലെ തന്നെ OX, USB, പിന്നെ 2 പ്രസ്സിങ്ങിലൊന്നും നമുക്ക് കേൾക്കില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഇതിലാണ് ബ്ലൂടൂത്ത് അല്ലെങ്കിൽ BT എന്ന് പറയും. അത് വന്നതിന് ശേഷം നമുക്കിത് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. മൊബൈലിൽ ആ ഡിവൈസിൻ്റെ പേര് കാണിക്കും, അതിൽ നമുക്ക് സെലക്ട് ചെയ്ത് പെയർ ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പുറകുവശം വരുന്നത്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അക്രിലിക് തന്നെയാണ് പുറകിൽ ഉപയോഗിച്ചത്. മാറ്റ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് നമുക്കിത് അനലോഗ് ഇൻപുട്ടാണ്, അതായത് OX 1, OX 2, OX 3. ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയാണ് ഇൻപുട്ടുകൾ കൊടുത്തിരിക്കുന്നത്. ആ റിമോട്ടിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം OX 1, 2, 3 എന്നുള്ളത്. അതിന് മുകളിലായിട്ടാണ് ഡിജിറ്റൽ ഇൻപുട്ട് വന്നിരിക്കുന്നത്. ഇത് ഒപ്റ്റിക്കൽ, കോയാക്സിൽ, HDMI, ARC ഇതിൽ മൂന്നിലും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോൾബി ഡിജിറ്റൽ, DTS, അതുപോലെ തന്നെ ഡോൾബി സറൗണ്ട് ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ പണ്ടൊക്കെ DVD-യിൽ കേട്ടുകൊണ്ടിരുന്ന പോലെ തന്നെ സെൻറ്ററിൽ, അതായത് ആമസോൺ പ്രൈം ഇങ്ങനെയുള്ളൊക്കെ ചാനൽ 5.1 ഡോൾബി ഇടുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ കറക്റ്റ് വോയിസ് മാത്രമേ വരുള്ളൂ. അതാണ് ഡിജിറ്റൽ ഇൻപുട്ട് ഇത് കൊടുത്തിരിക്കുന്നത്. 5.1 DTS എന്ന് പറയുന്നത് അതാണ്. ഇതിൽ വന്നിരിക്കുന്നത് HDMI, ARC, ഒപ്റ്റിക്കൽ, കോയാക്സിൽ ഇത്രയാണ് ഡിജിറ്റൽ ഇൻപുട്ട് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ 5.2-നായിട്ടാണ് ഈ ബാക്ക് പാനൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒരു സബും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് 5.1 ആയതുകൊണ്ട് ഒരു സബ്, അതിൻ്റെ പ്ലസ് മൈനസ്. അതുപോലെ തന്നെ അതിൻ്റെ സറൗണ്ട് റൈറ്റ് ലെഫ്റ്റ്, അതിൻ്റെ പ്ലസ് മൈനസ്, സെൻറ്റർ ചാനൽ,
ഫ്രണ്ട് റൈറ്റ് ലെഫ്റ്റ് അതിൻ്റെ പ്ലസ് മൈനസ്. പിന്നെ നമ്മളൊരു എൽകോമിൻ്റെ ഒരു 3 പിൻ സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഇൻബിൽഡ് ഫ്യൂസോട് കൂടി തന്നെയാണ് വരുന്നത്. നല്ലൊരു ക്വാളിറ്റിയാണ് നമ്മൾ ഇതിൻ്റെ ഒപ്പം കൊടുക്കുന്നത്. ചേതൻ്റെ ഏറ്റവും ഹൈ ക്വാളിറ്റി ഒരു AC കോഡാണ് ഇതിൻ്റെ ഒപ്പം കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ബ്രാൻഡ് എഴുതിയിരിക്കുന്നു. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പുറകുവശം വരുന്നത്. ഇതാണ് ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. നമ്മളെപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ ട്രാൻസ്ഫോമർ ഈ ഭാഗത്ത് തന്നെയായിട്ടാണ് ടൊറോയിഡൽ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് പവർട്രിക്കിൻ്റെ 5.1 ഒരു ഫുൾ കിറ്റാണ് ഉപയോഗിച്ചിരിക്കുക. അതായത് 5 ചാനലും അതുപോലെ തന്നെ സബ്വൂഫറിൻ്റെയും ആംപ്ലിഫയറും സബ്വൂഫറിൻ്റെ പ്രീബോർഡ് പിന്നെ പവർ സപ്ലൈ ഇതെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു പവർട്രിക്കിൻ്റെ ഫുൾ കിറ്റാണ് നമ്മൾ ഈ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ബോർഡിൻ്റെ മാത്രമായിട്ടുള്ള ഒരു റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഇതിലൊട്ടും നോയ്സ് ഇല്ല. നമ്മൾ ഏകദേശം ഒരു കമ്പനി സിസ്റ്റമൊക്കെ AVR ഒക്കെ കേൾക്കുന്ന പോലെ ഒട്ടും നോയ്സ് ഇല്ലാതെ തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ NJW സീരീസ് തന്നെയാണ്. നമ്മൾ ഇതിനകത്ത് 5 ചാനലിന് വേണ്ടി 5 പെയർ ഉപയോഗിച്ചിരിക്കുന്നത്. സബ് ഊഫറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് IRF 240 940 ആണ്. 2 പെയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സബ് ഊഫറിൻ്റെ ഫിൽറ്റർ ബോർഡ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ സപ്ലൈക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് 63 വോൾട്ട് 15000 ആണ് 2 കൊടുത്തിരിക്കുന്നത്. പിന്നെ മെറ്റൽ ഡയോഡ് ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നല്ല രീതിയിലുള്ള 2 ഹീറ്റ് സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ സബ് ഊഫറിന് വേണ്ടി വലിയ ഹീറ്റ് സിങ്ക് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഫാൻ കൊടുക്കാതിരുന്നത്. ഈ ഭാഗത്ത് നമ്മൾ 5 ചാനലിന് വേണ്ടിയിട്ട് 2 ഫാൻ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് സ്ക്രൂ ചെയ്തിരിക്കുന്നത്, അനങ്ങില്ല. പിന്നെ വന്നിരിക്കുന്നത് പവർട്രിക്കിൻ്റെ തന്നെ ഒരു 5.1 സ്പീക്കർ പ്രൊട്ടക്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത് പുറകിൽ. അതിൻ്റെ ബനാന സോക്കറ്റിലേക്കുള്ള 6 ഔട്ടാണ് ഈ കാണുന്നത്. ഫ്രണ്ട്, സെൻറ്റർ, 2 റിയർ, സബ് ഊഫർ. നല്ല രീതിയിലുള്ള 0.5 mm വയർ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല ഗേജോട് കൂടി തന്നെയാണ് ഇതിൻ്റെ കേബിളുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിനകത്ത് നമ്മൾ ഫ്യൂടെക്കിൻ്റെ 003 എന്ന് പറയുന്ന ഒരു HDMI ARC കാർഡ് ഡിജിറ്റൽ കാർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഈ മുകളിൽ കാണുന്നത്. അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് യൂണിവേഴ്സലിൻ്റെ പുതിയ റിമോട്ട് കിറ്റാണ്. അതിനകത്ത് നമുക്ക് പല രീതിയിലുള്ള പല കിറ്റുകൾ ഡിജിറ്റൽ ബോർഡുകളെല്ലാം കണക്ട് ചെയ്യാം. ഈ ഫ്യൂടെക്കിൻ്റെ കിറ്റ് ഇതിനകത്ത് നമുക്ക് പെയർ ചെയ്യാം. അതിൻ്റെ ഒരു പുതിയ റിമോട്ട് കിറ്റാണ്. അതിൻ്റെ റിവ്യൂ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. നല്ല രീതിയിലുള്ളൊരു റിമോട്ട് കിറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ യൂണിവേഴ്സിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല ഹൈ ക്വാളിറ്റി തന്നെയാണ് ലഭിക്കുന്നത്. പിന്നെ അതിൻ്റെ പവർ ഓൺ സോക്കറ്റാണ് ഈ കാണുന്നത്. 3 പിൻ സോക്കറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നല്ല രീതിയിലുള്ള ഒരു ടൊറോയിഡ് നമ്മൾ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന, നമ്മുടെ പേരിൽ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ഒരു ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്തെല്ലാം വന്നിരിക്കുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ, USB പാനൽ, ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനലും ഇതിനകത്ത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് അതിൻ്റെ ഉൾവശം വരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് TVയുടെ HDMI ARC ഓൺ ആക്കിയതിന് ശേഷം നമ്മുടെ ആംപ്ലിഫയറിലേക്ക് ARC ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തു. യൂട്യൂബിൽ നിന്നൊക്കെ വരേണ്ടത് നമുക്ക് 5.1 പ്രൊലോജിക് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഒറിജിനൽ ആമസോൺ പ്രൈം അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഇങ്ങനെയൊക്കെ ഇടുമ്പോഴാണ് ഒറിജിനൽ HD DTS അല്ലെങ്കിൽ ഡോൾബി ഡിജിറ്റൽ എന്ന് എഴുതി കാണിക്കേണ്ടത് മാത്രമാണ് ഒറിജിനൽ ഡോൾബി ഡിജിറ്റലും ഡോൾബി DTS നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ പ്രൊലോജിക് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഉപയോഗിച്ചാണ് സ്പീക്കറുകൾ നമ്മൾ തൽക്കാലം കടയിൽ ഉപയോഗിക്കുന്ന ഈ സ്പീക്കറാണ് 4 ഇഞ്ച് വിത്ത് 2-way ബോക്സ്. അതുപോലെ തന്നെ 2 4 ഇഞ്ച് വിത്ത് ട്യൂട്ടറാണ്. പിന്നെ വരുന്നതാണ് ലെഫ്റ്റ് സൈഡിലും സെയിം തന്നെ 2-way ബോക്സ്, റിയറും അത് തന്നെ കൊടുത്തിരിക്കുന്നു. സബ് ഊഫർ നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് സോണിയുടെ 12 ഇഞ്ച് സബ് ഊഫറാണ് നമ്മൾ കടയിൽ ഉപയോഗിക്കുന്നത്. അതാണ് ഇപ്പോൾ പ്ലേ ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് പ്ലേ ചെയ്ത് നോക്കാം.
ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇൻറ്റീരിയൽ കണ്ടിരിക്കുക, അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി കേട്ടിരിക്കുക. ഓഡിയോയിൽ എന്തെങ്കിലും കുറ്റക്കുറവുണ്ട് നിങ്ങൾ ക്ഷമിക്കുക. കാരണം ചില സമയത്തൊക്കെ നല്ല രീതിയിൽ ഓഡിയോ കിട്ടും, ചില സമയത്തൊക്കെ മോശമാണ്. നമ്മൾ ഈ ക്യാമറയിൽ അല്ലെങ്കിൽ മൊബൈലിലൊക്കെയാണ് ഈ ഓഡിയോയും വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറ്റവും കുറവുണ്ട്, അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ മാക്സിമം വാട്സപ്പിൽ ചാറ്റ് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് വാട്സപ്പ് കോൾ അല്ലെങ്കിൽ തന്നെ IMO കോൾ ഡയറക്റ്റ് കോൾ വിളിച്ചാൽ മതി. വാട്സപ്പ് ചാറ്റ് മാക്സിമം ഒഴിവാക്കുക. കാരണം വാട്സപ്പിനെ സംബന്ധിച്ച് ചിലപ്പോൾ 1-2 റിപ്ലൈയാണ് ഞാൻ തരുള്ളൂ. കാരണം വെച്ചാൽ വാട്സപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഡയറക്റ്റ് കോൾ വിളിക്കാൻ പറയുന്നത്. പിന്നെ ഈ ആംപ്ലിഫയറിൽ എന്തൊക്കെ ബോർഡുകൾ ഉപയോഗിച്ചാണ്, ഇതിനകത്ത് ഉപയോഗിച്ച വാട്സുകൾ എത്ര, എന്തൊക്കെ കമ്പോണൻറ്റ് ഉപയോഗിച്ചാണ്. ഇപ്പോൾ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷൻ അനുസരിച്ച് നമ്മൾ ടൈറ്റിൽ ചെയ്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മോർ എന്ന് പറഞ്ഞ് കാണാം. അതുമ്പോൾ ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കിട്ടും. അതായത് ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിരിക്കുന്ന എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് പെട്ടെന്ന് വായിക്കാൻ സാധിക്കും, അതിനകത്ത് എന്തൊക്കെ ഉപയോഗിച്ചതെന്നുള്ളത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ള. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിലും അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം, അത് അമർത്തിയാലും നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.